ഫൈൻ. സോ നമുക്ക് ജെൻഡർ അഫർമേഷൻ സർജറിയിലേക്ക് പോകാം. എന്താണ് ശരിക്കും ഒരു ജെൻഡർ അഫർമേഷൻ സർജറി? ജെൻഡർ സെക്സും എന്ന് വെച്ചാൽ സെക്സ് നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള ഇത് വെച്ചിട്ടാണ്, എക്സ്റ്റേണൽ ജെനിറ്റലിയ വെച്ചിട്ടാണ് നമ്മൾ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അത് യൂഷ്വലി ഡോക്ടറോ നേഴ്സോ ആയിരിക്കും പറയുന്നത് ആൺകുട്ടി പെൺകുട്ടി. അതായത് പെനിസ് ഉണ്ടെങ്കിൽ ബോയ്, വെജിന ഉണ്ടെങ്കിൽ ഗേൾ, അങ്ങനെ പറയുന്ന ജെൻഡർ അഫർമേഷൻ. ജെൻഡർ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സാധനമാണ്. നമ്മുടെ മനസ്സിൽ നമുക്കൊരു തോന്നുന്നുണ്ട് ഞാൻ ആണാണെന്ന് തോന്നുന്നത് വെച്ചാൽ നമ്മൾ ആണാണ്. അതിനകത്ത് പുറത്തുള്ള ബാഹ്യമായിട്ട് എന്താ ഉള്ളത്, ഇറ്റ് ഇസ് നോട്ട് റെലവെന്റ്. മറ്റേത് വെച്ചിട്ടാണ് മനസ്സിനകത്തുള്ളതാണ് ആക്ച്വലി ഇമ്പോർട്ടന്റ്. കാരണം വെച്ചാൽ നമ്മളുടെ ശരീരം അല്ല, നമ്മളുടെ ഉള്ളിലുള്ള മനസ്സാണ് അല്ലേ. ശരിയാണ്. അല്ലാന്ന് വെച്ചാൽ നമ്മളുടെ എന്തെങ്കിലും അപകടം പറ്റിയിട്ട് നമ്മുടെ ഒരു കൈയും ഒരു കാലും, ചിലപ്പോൾ രണ്ട് കൈയും രണ്ട് കാലും പോയിന്ന് വെച്ചാൽ നമ്മൾ പകുതി ബോഡിയുള്ളൂ, അപ്പൊ നമ്മൾ പകുതി നമ്മളാവോ? അല്ല, ശരിയാണ്. നമ്മളുടെ മനസ്സിലുള്ള സാധനമാണ് നമ്മൾ. ഓക്കെ. അപ്പൊ അതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ജെൻഡർ എഫർമേഷൻ എന്ന് പറയുന്നത്. ജെൻഡറിനെ നമ്മൾ കറക്റ്റ് ആക്കുന്നു, അതിനെ നമ്മൾ കറക്റ്റ് ആക്കുന്നതല്ല, ജെൻഡറിനെ നമ്മൾ ഊട്ടി ഉറപ്പിക്കുന്നു. അതാണ് അതിന്റെ അഫർമേഷൻ എന്ന് പറയുന്നത്. എന്താണോ മനസ്സ് പറയുന്നത് ശരീരത്തിന് നൽകുന്നു. ആൻഡ് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഇത് കുട്ടി വലുതാകുമ്പോൾ ഇങ്ങനെ പോകുന്ന ചില സിനിമകൾ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ അന്തരീക്ഷമാണ് നമ്മളെ തീരുമാനിക്കുന്നത് നമ്മൾ എന്താക്കുന്നു. ഹൗ യു ആർ നേർച്ചേർഡ്, നേർച്ചർ ഇസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ നേച്ചർ എന്ന് കുറെ ആൾക്കാർ ഒരു കാലത്ത് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു ആൺകുട്ടി പെൺകുട്ടികളോട് ഡാൻസ് പഠിക്കുന്നു, സ്വാഭാവികമായിട്ട് പെൺകുട്ടിയായി അങ്ങനത്തെ ഒരു, അതൊക്കെ ജസ്റ്റ് ബാലിശമായിട്ടുള്ള ചിന്താഗതികളാണ്. ശരിക്കും പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് ചോദിക്കുകയെന്ന് വെച്ചാൽ പലപ്പോഴും അവർ പറയുന്നത് എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽക്ക് അങ്ങനെ ഉണ്ട്. അല്ല ചില ആൾക്കാർ പറഞ്ഞു എനിക്ക് 6th സ്റ്റാൻഡേർഡ് അല്ല 8th സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോൾ എനിക്ക് അറിയാൻ തുടങ്ങിയതാണ്. അങ്ങനെ പറയും. ചില ആൾക്കാർ റയർലി അവർ പറയും അവർക്ക് എന്താ പറയുക പ്യൂബർട്ടി ആവുന്ന സമയത്ത് മേ ബി 12 to 14 ആ സമയത്തൊക്കെ തോന്നുന്നു പറയും. പക്ഷേ സ്റ്റഡീസ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പല ബ്രെയിനിൽ കുറേ ചേഞ്ചസ് ആർ ദെയർ ഈവൻ ഫ്രം യുവർ ബർത്ത്. അപ്പോൾ ഒരു സിസ്മാനും ഒരു ട്രാൻസ്മാൻ്റെയും ബ്രെയിനിൻ്റെ ഷേപ്സ് കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. അതിനകത്ത് ഹൈപ്പോതലാമസിൽ ചില ന്യൂക്ലിയൈ ഉണ്ട്. ആ ന്യൂക്ലിയൈ സിസ്മാന് ഭയങ്കര എൻലാർജ്ഡ് ആണ്, പക്ഷെ ഒരു സിസ് വുമണ് ചെറുതായിരിക്കും. പക്ഷെ സിസ്മാനും സിസ് വുമൺ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ആളുടെ എക്സ്റ്റേണൽ ജെനിറ്റീലിയം ജെൻഡറും സെയിം ആണെങ്കിൽ അതിനെ സിസ് എന്ന് പറയും. ഓക്കെ. അപ്പൊ അത് സിസ്മാൻ സിസ് വുമൺ. ഇപ്പൊ അവരുടെ ജെൻഡറും സെക്സും ഡിഫറെന്റ് ആണെങ്കിൽ അത് ട്രാൻസ്മാനും ട്രാൻസ്വുമണും. ഓക്കെ. അപ്പൊ ഇതിനകത്ത് കണ്ടുപിടിച്ചിരിക്കുന്നത് സിസ്മാന്റെയും ട്രാൻസ്മാന്റെയും ബ്രെയിനിന്റെ ആ ഞാൻ പറഞ്ഞ ചില ന്യൂക്ലിയൈ വലുതായിരിക്കുന്നത് കാണുന്നത് രണ്ടും അങ്ങനെ കാണാൻ പറ്റും. ദാറ്റ് ഗോസ് ടു ഷോ ദാറ്റ് ഇറ്റ് ഈസ് ദെയർ ഫ്രം ബർത്ത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തുകൊണ്ടാണ് വരുന്നത്, അങ്ങനെ അതിൻ്റെ കാര്യങ്ങളാണ്. ഓക്കെ. ഇപ്പോൾ ഒരു ട്രാൻസ് വുമൺ ആയിട്ട് ഒരാൾക്ക് മാറണം എന്ന് വിചാരിക്കുക. സോ അപ്പോൾ ആക്ച്വലി ഈ പെനിസ് എടുത്ത് കളയുക, എന്നിട്ട് അവിടെ ഒരു വെജീന സർജിക്കലി ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത്? പെനിസ് എടുത്ത് കളയുന്നില്ല, പെനിസിന്റെ ഭാഗം എടുത്ത് കളയുന്നത് മാത്രമേ ഉള്ളൂ. പെനിസിൽ പല ഭാഗങ്ങളുണ്ട്. അതിനകത്ത് ഗ്ലാൻസ് പെനിസ് ഉണ്ട്, കോർപ്പോറ ഉണ്ട്, സ്പോഞ്ചിയോസോ ഉണ്ട്, യുറേത്ര ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ഗ്ലാൻസ് പെനിസിനെ നമ്മൾ ഭാഗികമായിട്ട് റീറ്റെയിൻ ചെയ്യും, എന്ന് വെച്ചാൽ അവർക്ക് സെക്ഷൽ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. മറ്റേതെല്ലാം നമ്മൾ എടുത്ത് മാറ്റിക്കളയും. യുറേത്രയുടെ നീളം കുറയ്ക്കും, ഡയറക്ഷൻ മാറ്റും, മൂത്രമൊഴിക്കുന്നതിന്റെ ഡയറക്ഷൻ മാറ്റിയിട്ട് ഇതാക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു ആണായിട്ടിരിക്കുമ്പോൾ മൂത്രമൊഴിക്കുന്ന രീതിയിലല്ല, ആഫ്റ്റർ അഫർമേഷൻ സർജറി മാറും. അതെ, നമ്മൾക്ക് എക്സാക്ട്ലി ലൈക്ക് വിമൻ ആക്കി മാറ്റണം. ഇപ്പൊ സ്ത്രീകള് എപ്പോഴും ഇരുന്നിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കും ഒരു ജെൻഡർ അഫർമേഷൻ സർജറി ചെയ്തിട്ടുള്ള. ഓക്കെ. അപ്പൊ ഇപ്പൊ ഒരു വെജിന ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക, അത് അതിനുള്ള മസിൽസ് അല്ലെങ്കിൽ അതിനുള്ള ടിഷ്യൂസ് പല രീതിയിൽ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ആക്ച്വലി നമ്മുടെ ലിംഗത്തിന്റെ തൊലിയും നമ്മളുടെ സ്ക്രോട്ടത്തിന്റെ തൊലിയും ഉപയോഗിച്ചിട്ട് നമുക്ക് അത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് കുടൽ വെച്ചിട്ട് ഉണ്ടാക്കാം. ഇതാണ് യൂഷ്വലി നമ്മൾ രണ്ട് ചെയ്യുന്ന ഒരു ടെക്നിക്സ്. ഇപ്പൊ ഈ സർജറിയിൽ കോംപ്ലിക്കേഷൻ വന്നിട്ട് ഒരുപാട് ഡേഞ്ചർ സിറ്റുവേഷനിലേക്കൊക്കെ പോയിട്ടുള്ള ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കാണും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്രാൻസ്ജെൻഡർ ആത്മഹത്യ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. സാർ അത് വായിച്ചിട്ടുണ്ടായിരിക്കും അത്. അപ്പം ഇങ്ങനത്തെ കേസസിലേക്കൊക്കെ പോകുന്നത് ശരിക്കും ഒരു ചികിത്സാ പിഴവ് കൊണ്ടാണോ? എന്താ ശരിക്കും അവിടെ മിസ്മാച്ച് വരുന്നത്? ഇതിനകത്ത് ഇതൊക്കെ ഹൈലി കോംപ്ലിക്കേറ്റഡ് സർജറീസ് ആണ് ഒന്ന്. രണ്ടാമതെന്താണെന്ന് ചോദിച്ചാൽ ആ ലൊക്കേഷൻ അങ്ങനത്തെ ലൊക്കേഷൻ, അതായത് നമ്മൾക്ക് അവിടെ മലദ്വാരം അടുത്തുണ്ട്, മൂത്രത്തിൻ്റെ ട്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എപ്പോഴും കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്. എസ്പെഷ്യലി നമ്മളൊരു ഒരു ട്രാൻസ് വുമൻ്റെ സർജറി ചെയ്യുന്ന സമയത്ത് ഇല്ലാത്ത സ്പേസാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. നമുക്കവിടെ സാധാരണ ഒരു പുരുഷന് നമുക്കറിയാം, നമുക്ക് മൂത്രസഞ്ചിയുണ്ട്. മൂത്രസഞ്ചിയുടെ താഴത്തോട്ട് വരുമ്പോൾ പ്രോസ്ട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഗ്രന്ഥിയുണ്ട്. അപ്പോൾ ഈ പ്രോസ്ട്രേറ്റിൽ നിന്ന് ഗ്രന്ഥിയും റെക്റ്റവും, അതായത് മലദ്വാരവും തമ്മിൽ ഒട്ടി ഇരിക്കുന്ന സ്ഥലമാണ്. അവിടെ സ്പേസ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഒരു പുരുഷനും ഒരു സ്ത്രീയുടെയും ഈ ഹിപ്പിന്റെ ബോണിന്റെ ഷേപ്പ് തന്നെ വേറെയാണ്. സ്ത്രീയുടെ ഷേപ്പ് എന്ന് വെച്ചാൽ കുറെ കൂടി വലുതാണ്. കാര്യം എന്ന് വെച്ചാൽ അവര് പ്രസവിക്കണ്ടേ, അവർക്ക് കുട്ടി വേണ്ടേ, അവർ ഗർഭമൊക്കെ ആവുന്ന സമയത്ത് അതിന് സ്പേസ് വേണം. അപ്പം അതുകൊണ്ട് ആസ് സച്ച് അതൊരു ഗൈനക്കോയിഡ് പെൽവസ് ആണ്. ആ പെൽവസിന്റെ ഷേപ്പ് വ്യത്യാസമാണ്. ഈ ഷേപ്പ് അല്ല ആണിനുള്ളത്. ആണിന്റെ ഷേപ്പ് കുറച്ചും കൂടി ചെറുതാണ്, അവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. പ്ലസ് ഇങ്ങനെ പ്രോസ്ട്രേറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ സ്പേസ് ഇല്ല. ആ സ്പേസ് ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും റിസ്ക് ഉണ്ട്. ഒന്ന്, നമ്മൾ കുടലിൽ എന്താ പറയുന്നത്, ഈ രക്തത്തിൽ എന്തെങ്കിലും ഒരു ദ്വാരം വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് ചുരുങ്ങി പോകാൻ സാധ്യത. ബിക്കോസ് എപ്പോഴും നേച്ചർ എന്താ നോക്കുന്നത്, അതിന് വീണ്ടും അടപ്പിക്കാനാണ് നോക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് പിന്നെ മൂന്നാമത്തത് അവർ പ്രോപ്പറായിട്ട് അതിനെ കെയർ ചെയ്യാനുണ്ട്. 1 year ലിറ്ററലി നമ്മൾ 3 നേരമായിട്ട് നമ്മൾ ഡയലറ്റേഷൻ ചെയ്യണം. ഡയലറ്റേഷൻ എന്ന് വെച്ചാൽ വെജേരിയുടെ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു ഇത് വെച്ചിട്ട് നമ്മൾ ഡയലേറ്റേഴ്സ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ പാസ് ചെയ്ത് ഇത് ചെയ്യണം. അറ്റ്ലീസ്റ്റ് 15 minutes per day, 3 times a day നമ്മളത് ചെയ്യണം. അപ്പം അങ്ങനെ ഇത് എളുപ്പമുള്ള കാര്യമല്ല, അത് ഭയങ്കര ഡിഫിക്കൽട്ട് കാര്യമാണ്. ബട്ട് ദേ ഗോ ടു സോ മച്ച്. ഇതിനു മുമ്പൊക്കെ ഇപ്പൊക്കെ സർജറിയും കാര്യങ്ങളൊക്കെ ഉള്ളത്, അത് സർജറിയൊക്കെ ലീഗലൈസ് ചെയ്തത് 2014 ആണ്. 2014 മുമ്പ് പലപ്പോഴും പല സ്ഥലങ്ങളും ക്വാക്സിൻ്റെ അടുത്ത് പോയിട്ട് അവർ തിളക്കണ എണ്ണ ഒഴിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് അത് കട്ട് ചെയ്ത് കളയും. എത്രയോ ആൾക്കാർ മൂത്രമൊഴിക്കാൻ പറ്റാണ്ട് ഡെയിലി മുട്ടുസൂചി വെച്ച് കുത്തിയിട്ടാണ് ആ മൂത്രം പുറത്തോട്ട് കൊണ്ടുവരുന്നത്. അത്രയും ഭയങ്കര ഇതാണ്. എന്താ വെച്ചാൽ ബട്ട് എന്നാലും അത് അവർ റിപ്പീറ്റഡ്ലി ചെയ്യുമായിരുന്നു. ഇപ്പം കമ്മ്യൂണിറ്റിയിലുണ്ട്, ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ നിൽക്കാൻ ഒരാൾ ചെയ്യുന്നു, പിന്നെ അടുത്ത ആൾ ചെയ്യുന്നു, അടുത്ത ആൾ ചെയ്യുന്നു. പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചാൽ അടുത്ത ആൾ പിന്നെയും ചെയ്യുന്നു. കാര്യം വെച്ചാൽ അവർക്ക് അത്രയും ഡിസ്ഫോറിയാണ്, അവരുടെ ശരീരത്തോട് അത്രയും ദേഷ്യമാണ്. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്.